ഏകീകൃത കുർബാന തർക്കത്തിൽ എറണാകുളത്ത് വീണ്ടും പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗ സ്ഥലത്താണ് പ്രതിഷേധം. യോഗത്തിനെത്തിയ ഏതാനും വൈദികരെ തടഞ്ഞ ഒരു വിഭാഗം വിശ്വാസം. അവിടുന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നടപടി നേരിടുന്ന വൈദികരെ സമിതി യോഗത്തിൽ പങ്കെടുപ്പിക്കരുത് എന്നതാണ് വിശ്വാസികളുടെ ആവശ്യം. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, സംഘർഷഭരിതമായിരുന്നു ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് പലയിടത്തെയും പല രൂപതകളിലെയും ഇടവകളിലെയും ഒക്കെ സാഹചര്യം, അതിൻ്റെ തർക്കങ്ങൾ, അവിടുത്തെ പ്രതിഷേധം, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ ഏകീകൃത കുർബാന അർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതാണ്ട് 2 വർഷത്തോളമായി തർക്കങ്ങളും പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നിലവിലും പൂർണ്ണമായ രീതിയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാനായിട്ടില്ല. നടപ്പിലാക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ, ഇതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി യോഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ചേരേണ്ടിയിരുന്നത്. ഈ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ചില വൈദികരെ ഒരു വിഭാഗം വിശ്വാസികൾ തടയുകയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ സഭാതലത്തിൽ നടപടികൾ നേരിട്ടിരിക്കുന്ന വൈദികർ ഈ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ ബിഷപ്സ് ഹൗസിന് മുന്നിൽ വൈദികരെ തടഞ്ഞത്. അതേസമയം ഒരു സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് കനത്ത പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. എന്നാൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. അതേസമയം ഒരു സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല. ബഹളത്തിന് മുതിർന്നവരെ പോലീസ് പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുക, ഒപ്പം കൂരിയ പിരിച്ചുവിട്ട് പുതിയ ഭരണ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന അൽമായ മുന്നേറ്റം സംഘടനയുടെ നേതൃത്വത്തിൽ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ മറ്റൊരു സമാന്തര കൺവെൻഷനും നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ വലിയൊരു സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം വൈദിക സമിതി യോഗം ഇനിയും പൂർണ്ണമായ തോതിൽ തുടങ്ങാനായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നടപടി നേരിട്ട വൈദികരെ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളുടെ ആവശ്യം.